ശ്രീ ഷാബു പ്രസാദ്, തിരുത്തലിന്റെ വഴിയെ എന്തായാലും പാർട്ടി പോകും എന്ന് കരുതാൻ കഴിയുന്നില്ല. ഇനി നയരേഖയുടെ വഴിയെ ആണെങ്കിൽ പോലും ഈ നയരേഖ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ താല്പര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന്റെ വഴിയെ പോകുമായിരിക്കാം അല്ലേ? അതിനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അവർ തീരുമാനിക്കട്ടെ അതെങ്ങനെ പോകും എന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ മുമ്പിൽ ചരിത്രം സാക്ഷിയായിട്ടുള്ള ഈ പാർട്ടിയുടെ വലിയൊരു ചരിത്രം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. എന്താണ്, എങ്ങനെയാണ് അത് ഇവിടം വരെ എത്തിയത് എന്നുള്ള കാര്യത്തിനെ പറ്റി. പിന്നെ ഞാനിവിടെ ഇങ്ങനെ സത്യത്തിൽ ഈ ഡോക്ടർ ബി ജയരാജിൻ്റെ ആ താത്വിക പ്രഭാഷണങ്ങൾ കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് ലോകം മുഴുവനും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് നിൽക്കുന്ന മഹാതൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ ആ പ്രത്യയശാസ്ത്ര കോൾമയിർ കൊള്ളൽ കണ്ടിട്ട് ഇവിടെ എന്താണ് പറഞ്ഞത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി. ശരിക്കും അന്തം വിട്ടുപോയി. ഇനിയും ഒരു കാര്യം കൂടെ, ഈ 100 വർഷത്തിന് ശേഷവും പാർട്ടി സ്ഥാപിച്ച് 100 കൊല്ലത്തിന് ശേഷവും ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പാർട്ടി എത്തിയെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ എൻ്റെ രേണുക സാമാന്യ ബോധം മതി. ഞാനിവിടെ ഉണ്ട്, തങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കാനുള്ള ആ വ്യഗ്രതയിലാണ് ഈ പാർട്ടി എത്തിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? കാര്യം അവർക്ക് തന്നെ അറിയാം, അവർ ഒരു സർവനാശത്തിന്റെ വക്കിലാണ് എന്നുള്ള കാര്യം. ആ ബോധ്യത്തിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഞങ്ങൾ ഒന്നും പോയിട്ടില്ല, ഞങ്ങൾ ഭയങ്കര കരുത്തരാണ് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ, പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെങ്കിൽ അവരുടെ ആ ഒരു സൈക്കോളജി ഇത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിന് മുമ്പുള്ള ആ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഈ പാർട്ടി ഇനി നാളെ അറബിക്കടലിൽ മുങ്ങി പണ്ടാരമടങ്ങിപ്പോയാലും ഈ പിണറായി വിജയനെ പോലെയോ ഇ പി ജയരാജനെ പോലെയോ എം വി ഗോവിന്ദനെ പോലെയോ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. കാര്യം ഒരു ജീവിതത്തിൽ അവർ നേടാവുന്നതെല്ലാം അവരുടെ അണികളെയും ജനങ്ങളെയും പറ്റിച്ച് അവർ നേടിക്കഴിഞ്ഞു. ഇനി എന്ത് സംബന്ധിക്കും, ഇനി ഉള്ള കാലം കൂടെ അവരങ്ങ് ഇരിക്കുക. നാളെപ്പറ്റി അവർക്കൊരു യാത്രപ്പെടേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ഈ പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, പെട്ടുപോയവരുണ്ട്. അതായത് അവരുടെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങി, ജോലി വാങ്ങി, ഭാര്യയ്ക്കും മക്കൾക്കും അനന്തരവക്കും ഒക്കെ കോപ്പറേറ്റീവ് സെക്ടറിലും അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ വഴിയുമൊക്കെ ജോലിയൊക്കെ വാങ്ങി ജീവിതം സുരക്ഷിതമാക്കി പെട്ടുപോയവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺമുമ്പിൽ ഇരുട്ട് മാത്രമാണ്. ഇത് ഈ പാർട്ടിക്ക് ഇത് സംഭവിക്കുക. കാര്യം അവർക്ക് ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. എന്നാൽ പിണറായി വിജയനൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത സായന്തനത്തിലാണ്. ഇനി എത്ര നാൾ 80 വയസ്സിനടുത്തായി എത്ര നാൾ ഇനി ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര നാൾ ഇനി ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ സ്വാഭാവികമല്ലേ, മനുഷ്യന്റെ കാര്യം. എന്നാൽ മറ്റതല്ല അവസ്ഥ. അങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന വലിയ ഒരു മാനസിക സംഘർഷമുണ്ട്. ആ സംഘർഷം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പം പറഞ്ഞില്ലേ, ഈ പിണറായി വിജയന്റെ മൂന്നാമത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ശ്രീകുമാർ സാർ ക്ഷമിക്കണം. അതായത് വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ അതില്ലായിരുന്നു, ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം തന്നെ 2026 അധികാരത്തിൽ വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈ പാർട്ടി മുടിഞ്ഞു പോകണം. അല്ല, ശ്രീകുമാർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്, ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും BJP അതിന് ചില സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നാണ്. അല്ല, അത് ഞാൻ പറയാതെ ഇപ്പം ശ്രീകുമാർ സാർ പറഞ്ഞതിൻ്റെ ആ ഒരു പറയാം. ഇവിടെ നേരത്തെ BJPക്ക് ഒരു മനോഭാവം ഉണ്ടായിരുന്നു. കാര്യം BJP ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടുള്ളത്, അതായത് ഫിസിക്കലിയും എല്ലാം പ്രത്യയശാസ്ത്രപരമായും വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളത് CPM-ൽ നിന്നാണ്, ഇടതുപക്ഷത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും CPM ജയിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ, ആ രീതിയിലുള്ള സമീപനങ്ങൾ പണ്ടൊക്കെ BJP പലയിടത്തും പുലർത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കോൺഗ്രസിന് പലപ്പോഴും ഗുണമായിട്ടു. എന്നാൽ BJP അതിൽ നിന്ന് മാറി. BJP ആര് വേണമെങ്കിൽ ഭരിച്ചോട്ടെ, ഇതായാലും നമ്മുടെ വിഷയമല്ല, ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം അത് കോൺഗ്രസിന് ക്ഷീണിക്കും, ചിലപ്പം CPM-ന് അനുകൂലമായിട്ടും വന്നേക്കാം. ശരി, ശ്രീ ഷാബു പ്രസാദ്.